ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസത്തിന് ശേഷം നമ്മുടെ ഒരു ലോങ് വീഡിയോ, അതായത് കുറച്ചധികം സമയമുള്ള ഒരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാനും മറക്കരുത്. നമ്മുടെ വീഡിയോ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ഫ്രിഡ്ജ് ക്ലീനിങ് ആണ്. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ക്ലീൻ ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഫ്രിഡ്ജിൻ്റെ മുകളിലായിട്ട് കുറേ അധികം സാധനങ്ങൾ, ചക്കക്കുരു, പ്ലാസ്റ്റിക് കവറുകൾ, ഈ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള പ്ലാസ്റ്റിക് കവറുകളൊക്കെ ആ ഒരു നീല പാത്രത്തിലാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പൊടിയടിച്ചിരിക്കുമായിരുന്നു ഫ്രിഡ്ജിൻ്റെ മുകളിൽ. അപ്പം തുടച്ചിട്ട് നേരെ ഫ്രിഡ്ജിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ കാണുന്നത് കുറേ അധികം വേണ്ടാത്ത സാധനങ്ങൾ, വേണ്ടുന്ന സാധനങ്ങളെക്കാട്ടിൽ കൂടുതലും വേണ്ടാത്ത സാധനങ്ങളായിരിക്കും ഫ്രിഡ്ജിനകത്തിരിക്കുന്നത്. ഇതുപോലൊരു ഫ്രിഡ്ജ് ആയിരിക്കുമോ നിങ്ങളുടെ വീട്ടിലും ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അത് വഴി പറയാം കേട്ടോ. ഞാൻ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു ഡോറിൻ്റെ ആ ഒരു ചെറിയ ചെറിയ തട്ടുകളിൽ പേപ്പർ മടക്കി വിരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യുവാണ്. പിന്നെ മുട്ട വയ്ക്കുന്ന പാത്രത്തിൽ മുട്ടയേക്കാൾ കൂടുതൽ ചേമ്പും കിഴങ്ങായിരുന്നു കിടന്നത് കേട്ടോ. കിട്ടുന്നത് പെട്ടെന്ന് എളുപ്പപ്പണിക്ക് വേണ്ടി അങ്ങോട്ടങ്ങ് എടുത്തിടും. അപ്പോൾ അതെല്ലാം മാറ്റി. പിന്നെ പേപ്പറിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ പറയാം കേട്ടോ. പേപ്പറിൻ്റെ എടുത്ത് മാറ്റിയപ്പോഴാണ് ഞാൻ ആ ഒരു സംഭവം കണ്ടത്. പിന്നെ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വെക്കുന്ന സൂക്ഷിക്കുന്ന സാധനമാണല്ലോ, കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ ഫ്രിഡ്ജ്. അപ്പോൾ എനിക്കിത് അറിയത്തില്ലായിരുന്നു. പേപ്പർ ഞാൻ വിരിച്ച സമയത്ത് കണ്ടോ, ന്യൂസ് പേപ്പറിനകത്തുള്ള മഷി അത് അതേപോലെ അക്ഷരങ്ങൾ മാറിപ്പോവാതെ തന്നെ അങ്ങനെ തന്നെ അച്ചടിച്ച പോലെ നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഡോറിലായിട്ട് വന്നിട്ടുണ്ട്. ഈ ന്യൂസ് പേപ്പറിൽ ഒക്കെയുള്ള ഈ മഷി ഭയങ്കര ദോഷമുള്ള സാധനമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു പേടി, ഇനിയും പേപ്പർ ഇതിനകത്ത് വിരിച്ചാൽ പ്രശ്നമാകുമ്പോൾ. ഞാനിങ്ങനെ കുറേ പേരുടെ ഫ്രിഡ്ജുകളിൽ ഇങ്ങനെ പേപ്പർ വിരിച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും ഇത് ചെയ്തത്. അപ്പോൾ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വെക്കുന്നതല്ലേ, അപ്പോൾ ഈ മഷീനകത്ത് ഇങ്ങനെ ആകുമ്പോൾ എന്തെങ്കിലും ദോഷം വരുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി എനിക്കായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതിൽ പേപ്പർ വെക്കണ്ട. പേപ്പർ വെച്ചതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഡോറിൽ നമ്മൾ ഈ വെക്കുന്ന അച്ചാർ കുപ്പിയും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറയൊക്കെ ആവണ്ട, ഡോറിൽ നേരിട്ടാവണ്ട. പേപ്പറിലാവുമ്പോൾ പേപ്പർ എടുത്ത് മാറ്റുമ്പോൾ അത്രയും അഴുക്ക് എന്താ പറയുക, നമ്മുടെ ഫ്രിഡ്ജിലാവത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പേപ്പർ വിരിച്ചത്. ഇപ്പോൾ ദാ ഇങ്ങനെയും കൂടി ആയപ്പോൾ എനിക്കൊരു ചെറിയ പേടിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പേപ്പർ വിരിക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് പാത്രങ്ങൾ അങ്ങനെ പേപ്പറൊന്നും വിരിക്കാതെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഡോർ ആദ്യം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഫുള്ള് ഇങ്ങനെ തുടയ്ക്കും തോറും ചെറിയ ചെറിയ പൊട്ട് പോലത്തെ പൊടികൾ കുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അതെല്ലാം തുടച്ച് മാറ്റി എടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, പലരും എനിക്ക് കമൻറ്റ് ചെയ്യുന്നതാണ്, വീഡിയോ ഇങ്ങനെ സ്പീഡാക്കി ഇടരുത്, കുറച്ച് നോർമൽ സ്പീഡിലൊക്കെ മതിയെന്ന്. പക്ഷേ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനങ്ങനെ സ്പീഡ് കൂട്ടിയിടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലാഗ് അടിക്കും കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് സ്ലോയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതൊരു ഭയങ്കര ലാഗ് അടിക്കും, ബോറടിക്കും. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ സ്പീഡ് കൂട്ടിയിടുന്നത്. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ, എനിക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് സംസാരിക്കാനായിട്ടുള്ള കഴിവൊന്നുമില്ല കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചറപറാന്ന്, ഞാനൊരു വായാടിയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാനായിട്ട് എന്താ പറയണ്ടേ സ്റ്റക്കായി പോവും. ഇടയ്ക്ക് പറഞ്ഞ് വരുമ്പോഴത്തേനും ഇനി എന്താ പറയണ്ടേന്നുള്ളൊരു സ്റ്റക്കായി പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ സ്പീഡ് കൂട്ടിയിടുമ്പം പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ പോവാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോയ്ക്ക് ഇങ്ങനെ സ്പീഡ് കൂട്ടിയിടുന്നത്. അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് ആണ്. അപ്പോൾ നമ്മളിനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഡോറ് ക്ലീൻ ചെയ്തു. ഇനി അകത്തെ ഭാഗം ക്ലീൻ ചെയ്യാം. ഇവിടെ എലി കരണ്ട പോലെ ഇരിക്കുന്ന തേങ്ങയല്ല കേട്ടോ, അത് ബ്രെഡാണ്, ക്രീം ബണ്ണാണ്. അപ്പോൾ ബണ്ണ് കടിച്ചിട്ട് നീലൂട്ടൻ അങ്ങനെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അവിടെയും കൂടി ക്ലീൻ ചെയ്യുക. അവിടെ മൊത്തം കുളമാക്കി കിടക്കും കേട്ടോ, ഏറ്റവും താഴത്തെ തട്ട്. ഈ പാത്രങ്ങളിലൊക്കെ ഇരിക്കുന്നത്
പച്ചക്കറികളാണ് കേട്ടോ. ഞാൻ സാമ്പാറിന് വേണ്ടുന്ന പച്ചക്കറികൾ ഒരു കിറ്റ് വാങ്ങിച്ചപ്പോൾ ഒരു പ്രാവശ്യം സാമ്പാർ വെച്ചിട്ട് ബാലൻസ് വന്ന പച്ചക്കറികളെല്ലാം സാമ്പാറിന് വേണ്ടുന്ന ആ ഒരു ഇതിൽ കട്ട് ചെയ്ത് ഞാൻ ഓരോ പച്ചക്കറിയും ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങൾ അത് ഓരോന്നും ഓരോ പാത്രത്തിലാക്കി അടച്ച് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറി വെക്കുന്ന ഈ ഒരു ട്രേയിൽ കുറേ അധികം പച്ചക്കറികൾ ഇല്ലാണ്ടായിരിപ്പുണ്ട് കേട്ടോ. കുറേ നാൾ എടുക്കാതെയും നോക്കാതെയൊക്കെ ഇരുന്ന് അങ്ങനെ ഇരുന്ന് ഇല്ലാണ്ടായി ആ പാത്രം ഉൾപ്പെടെ കുളമാക്കി ഇരിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് നല്ല സാധനങ്ങളൊക്കെ പറക്കിയെടുത്തിട്ട് ബാക്കി ചീത്തയായതെല്ലാം എടുത്ത് കളഞ്ഞ് ആ പാത്രവും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഇനി പോവാനായിട്ട് കുറച്ച് ദിവസം കൂടെ ഒരു 3-4 ദിവസം കൂടെ കഷ്ടിച്ചുള്ളൂ. അപ്പം പോകുമ്പം ഫ്രിഡ്ജൊന്ന് വൃത്തിയായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് ഫ്രിഡ്ജ് എടുക്കുമ്പം ഇതിനകത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടേ എടുക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ക്ലീൻ ചെയ്യാനായിട്ടിരുന്നത്. കുറേ ദിവസം കൊണ്ടേ ഞാൻ വിചാരിക്കുന്നു ക്ലീൻ ചെയ്യണം എന്നിങ്ങനെ. പക്ഷേ രാവിലെ ആകുമ്പം അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എനിക്ക് മടിയാവും. അപ്പോൾ പിന്നെ ആയിരിക്കും ഇനി നാളെ ആവട്ടെ എന്ന്. അപ്പോൾ ഇന്നെന്തായാലും അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി നമ്മുടെ എടുത്തേക്കുന്ന വീട് ക്ലീൻ ചെയ്യാനായിട്ട് തുടയ്ക്കാനായിട്ട് പോകണം. അത് ഇന്ന് പോവാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചേട്ടായി ജോലിക്കൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും ടയേർഡായിപ്പോയി. അപ്പം പറഞ്ഞു നമുക്ക് ഇന്ന് പോകണ്ട, നാളെ പോയി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഫ്രിഡ്ജ് ക്ലീനിങ് അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ ഇനി നീട്ടിക്കൊണ്ട് പോയാൽ ഇനി സമയം കാണത്തില്ല. ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഉണ്ട്. പാക്കിങ് ബാക്കി കിടക്കുന്നു, ബാലൻസ് പാക്ക് ചെയ്യാനായിട്ട് കിടക്കുന്നു. പിന്നെ എല്ലാം കൂടെ പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. കാരണം നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് പാത്രങ്ങൾ എടുത്ത് വെക്കണം. തുണികൾ നീലൂട്ടനാണെങ്കിൽ അംഗൻവാടി പോകുന്നത് കൊണ്ട് അവൻ ഇട്ടുകൊണ്ട് പോകാനായിട്ട് ദിവസവും ഓരോ ജോഡി വേണം. പിന്നെ വീട്ടിൽ നമുക്കാണേലും ഇടാനായിട്ടുള്ളത് വേണം. അതൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പയ്യെ നിൽക്കട്ടെ, ഒരു 27 ഒക്കെ ആവട്ടെ, നമുക്ക് ബാക്കിയെല്ലാം കൂടി പാക്ക് ചെയ്യാം എന്നൊക്കെയുള്ള തീരുമാനത്തിൽ നിൽക്കുക. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് പോയി വീട് ക്ലീൻ ചെയ്യണമെന്നും പറഞ്ഞിരിക്കുന്നു. പിന്നെ അതുകൊണ്ടാണ് പാക്കിങ് എല്ലാം ഒരുമിച്ച് ഫുള്ള് ചെയ്യാത്തത്. അപ്പം ഇനിയും കുറേ പാക്കിങ് കിടക്കുന്നു. പിന്നെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറേ കൊണ്ടുപോകാനായിട്ട് സാധനങ്ങൾ ബാക്കിയുണ്ട്. അപ്പം ഫ്രിഡ്ജെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി അതിനകത്ത് വെക്കുന്ന ട്രേയും കാര്യങ്ങളും ഒക്കെ കഴുകിയെടുക്കുക കേട്ടോ. നല്ല അഴുക്കുണ്ടായിരുന്നു. അതും ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പം അതും എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി. ഇനിയിപ്പം പാത്രങ്ങളൊക്കെ പാക്ക് ചെയ്യണം. നമ്മുടെ ബാക്കി പറഞ്ഞ പോലെ തന്നെ ബാക്കി തുണികൾ പാക്ക് ചെയ്യണം. ൻ്റെ കാര്യങ്ങൾ, ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങൾ മാറ്റി അത് വേറെ പാക്ക് ചെയ്യണം. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ. പിന്നെ പോയി ഇനിയിപ്പം 1-ാം തീയതി തൊട്ട് താമസമാവാനാട്ടോ അവിടെ. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ സാധനങ്ങളൊക്കെ മാറ്റണം. പിന്നെ മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ ചെടികളുടെ കാര്യമാണ് കേട്ടോ. 27-ാം തീയതി അല്ലെങ്കിൽ 28-ാം തീയതി ഒക്കെ ആയിട്ട് ചെടികൾ പാക്ക് ചെയ്യണം. ചെടികൾ നമ്മളെ ഡ്രമ്മിലിരിക്കുന്ന ചെടികൾ എല്ലാം അത് മണ്ണെല്ലാം കളഞ്ഞ് വേര് പൊട്ടാതെ ഓരോ ചെടിയും പിഴുതെടുത്തിട്ട് പാക്ക് ചെയ്യണം. ഏതെങ്കിലും ഒരു ചാക്കിലൊക്കെ ആയിട്ട് പാക്ക് ചെയ്യണം. അത് അമ്മ വരുമ്പോൾ കൊണ്ടുപോകും. അമ്മ 1-ാം തീയതി വരുമായിരിക്കും. അപ്പോൾ അന്ന് വരുമ്പോൾ കൊടുത്തു വിടണം. അങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. എല്ലാം ഇവിടുന്ന് അങ്ങോട്ട് എത്തിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇതിലങ്ങ് പോയാൽ മതിയല്ലോ. പിന്നെയും അത് ചെയ്തില്ല, ഇത് ചെയ്യില്ല, വീട് മാറണം, ഷിഫ്റ്റ് ചെയ്യണം, ക്ലീൻ ചെയ്യണം, അങ്ങനെ എന്നൊക്കെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. 1-ാം തീയതി ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ സമാധാനമായിരുന്നു. അപ്പം നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഈ ട്രേ കഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കഴുത്തിൽ എന്തോ എഴയുന്ന പോലെ തോന്നി. ഞാൻ തട്ടിയിട്ടപ്പോൾ ഉണ്ട് ഒരു പഴുതാര കുഞ്ഞ്. എൻ്റെ ജീവൻ അങ്ങ് പോയി. എന്നെ കടിക്കാഞ്ഞത് എന്തായാലും ഭാഗ്യമായി.
അതിനെ തട്ടിയിട്ടത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വെള്ളം കോരി ഒഴിക്കുമ്പോൾ അത് മുകളിലോട്ട് കയറുന്നു. അയ്യോ, പണ്ടാരം വന്നെൻ്റെ കഴുത്തിൽ ഇരുന്നു കടിക്കാഞ്ഞത് എന്തോ മഹാഭാഗ്യം. ഞാൻ പെട്ടെന്ന് സാധാരണ എൻ്റെ കഴുത്തിലൊക്കെ ഇങ്ങനെ മുടി ഇഴയും, അപ്പോഴും ഞാൻ വിചാരിക്കും എന്തോ ഇഴയുന്നെന്ന്, അപ്പം നോക്കുമ്പോൾ മുടിയായിരിക്കും. പിന്നെ ചിലപ്പോൾ ഉറുമ്പ് ഇഴയാറുണ്ട്. ഇപ്പം ഞാൻ വിചാരിച്ചത് ഉറുമ്പാണെന്നാണ്. തട്ടിക്കളഞ്ഞപ്പോഴാണ് അയ്യോ ഒരു പഴുതാര എൻ്റെ മേലെ നിന്ന് പെരുത്തുപോയി. എനിക്കാണെങ്കിൽ ഈ വക സാധനത്തിനെ ഒന്നും കണ്ണിന് കണ്ടുകൂടാ. പഴുതാര, നമ്മുടെ ഈ കറുത്ത അട്ടയുണ്ടല്ലോ, അട്ട, ഇതിനൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ്. എനിക്ക് അറപ്പാണ് എന്തോ കാണുമ്പോൾ. അപ്പോൾ ഇതെൻ്റെ ശരീരത്തും കൂടി ഇരുന്നപ്പോഴത്തേനും എൻ്റെ മേലങ്ങോട്ട് പെരുത്ത് കയറി. പിന്നെ തട്ടിക്കളഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ നേരെ പോയി കുളിക്കാനായിട്ട് പോകല്ലേ, അതുകൊണ്ട് പിന്നെ വലിയതൊന്നും കൊടുത്തില്ല. അപ്പം ഫ്രിഡ്ജെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം അതിൻ്റെ ഡോറിലിരിക്കുന്ന ട്രേ ഒക്കെ എടുത്ത് വെച്ച് എല്ലാം അങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെയാണോ എടുത്ത് വെച്ചേക്കുന്നതെന്നൊന്നും ഒരു പിടിയില്ല. എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ ഊഹത്തിനൊക്കെ എടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ ഗ്ലാസ്സുകൾ, എനിക്ക് ഏറ്റവും കൂടുതലും എടുക്കാൻ പേടിയെന്ന് പറയുന്നത് ഈ ഗ്ലാസ് ഐറ്റംസ് ആണ് കേട്ടോ. അതിപ്പോൾ പാത്രം ആയിക്കോട്ടെ, ഗ്ലാസ്, നമ്മുടെ കുപ്പി ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ, അതായിക്കോട്ടെ, ഈ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ഈ വക സാധനങ്ങളായിക്കോട്ടെ, ഭയങ്കര പേടിയിലാണ് ഞാൻ എടുക്കുന്നത്. അത്രയ്ക്കും കെയർഫുള്ളായിട്ടൊക്കെ ആയിരിക്കും ഞാൻ എടുക്കുന്നത്. എനിക്ക് എന്താ പറയുക, ഭയങ്കര പേടിയാണ്. ഇത് കയ്യിൽ നിന്നെങ്ങാനും വീണാൽ പൊട്ടിപ്പോവുമല്ലോ, അവിടെ ഇവിടെയൊക്കെ തട്ടിയാൽ പൊട്ടുമല്ലോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് കേട്ടോ. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ കയ്യിലിരിക്കുന്നിടത്തോളം ഫ്രിഡ്ജായാലും ടി വി ആയാലും മിക്സി ആയാലും എന്താണേലും നല്ല രീതിയിൽ അതിനെ കെയർ ചെയ്ത് കൊണ്ടുപോകണമെന്ന്, ഒരു തട്ടലും മുട്ടലും കേടുപാടുകളൊന്നും ഇല്ലാതെ കൊണ്ടുപോകണമെന്നൊരാഗ്രഹമുണ്ട് കേട്ടോ. 2 വർഷമായി നമ്മളിപ്പം ഫ്രിഡ്ജാണെങ്കിലും എല്ലാം വാങ്ങിച്ചിട്ട്, ഇതുവരെയും കുഴപ്പമൊന്നുമില്ല ഒന്നിനും. പിന്നെ മിക്സി പിന്നെ ചെറിയ ക്വാളിറ്റി കുറവ് ഉള്ളതുകൊണ്ട് ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ അതിപ്പോഴും അരയ്ക്കുന്നുണ്ട് കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അരയ്ക്കുന്നു. അപ്പം ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ഫ്രിഡ്ജിൻ്റെ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് പറയണേ. നല്ല വെട്ടിത്തിളക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനിയുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ചെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, പേപ്പറിൻ്റെ കാര്യവും മഷിയുടെ കാര്യമൊക്കെ ഇത്രയും ആധികാരികമായിട്ട് പറഞ്ഞിട്ട് വീണ്ടും ആ പേപ്പർ തന്നെ തിരിച്ച് വയ്ക്കുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് തോന്നാം. പക്ഷേ ഞാനിപ്പോൾ ഈ പേപ്പർ വെക്കുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല. ഇനി എന്തായാലും 3-4 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, കൂടിപ്പോയാൽ 3 ദിവസം അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇതെല്ലാം തിരിച്ചെടുക്കുമ്പം എല്ലാം മാറ്റി പേപ്പർ മാറ്റാം. ഇനിയും നമ്മൾ പുതിയ വീട്ടിൽ ചെല്ലുമ്പം പേപ്പർ വെക്കാതെ വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ തൂത്ത് എന്താ പറയുക, ക്ലീൻ ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോവും. അച്ചാർ കുപ്പികളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ എന്താ പറയുക, കറയൊക്കെ ഫ്രിഡ്ജിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേപ്പറിൽ തന്നെ ഇരിക്കട്ടെ, ഇപ്പം 3 ദിവസം കഴിയുമ്പോൾ എടുത്ത് മാറ്റാം എന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ടാണ് പേപ്പർ പിന്നെയും ഞാൻ വെച്ചത്. അപ്പം ഞാൻ തിരിച്ച് എല്ലാ സാധനങ്ങളും പെറുക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ എന്താണ്, അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത്. അപ്പം ഇത് പറക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരാൾ വന്നു കേട്ടോ ഇവിടെ. ഇത് എവിടെയോ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് എവിടെയോ ഏതോ ഒരു വീട്ടിൽ വളർത്തുന്ന ആളാണ് കേട്ടോ, കുട്ടിപ്പെണ്ണാണ്. അപ്പോൾ ഞാൻ വന്നപ്പം കേക്ക് ഇരിപ്പുണ്ടായിരുന്നു, അത് കേക്ക് എടുത്തിട്ട് കൊടുത്തപ്പോൾ കേക്ക് കഴിക്കുന്നുണ്ട്. അപ്പോൾ കേക്കൊക്കെ കഴിച്ചിട്ട് ആ കുട്ടിപ്പെണ്ണ് പോയി. പിന്നെ ബാക്കി ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫ്രിഡ്ജ് ക്ലോസ് ചെയ്യുന്നു. അടിപൊളിയായി കുത്തിയിട്ടപ്പോൾ അടിപൊളിയായിട്ട് മിന്നി തിളങ്ങുന്നുണ്ട്. എന്നും ഇങ്ങനെ ഇരിക്കണമെന്നാണ് ആഗ്രഹം, പക്ഷെ നടക്കാറില്ല. എടുത്തും വെച്ചും കുളമാവും. സാരമില്ല, ഇടയ്ക്ക് നമുക്ക് ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നമുക്ക് അടുത്ത വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.